ഓപ്പൺ എജ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സയൻസ് സബ്ജക്ട്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലൊന്നായ വൈറ്റമിൻസിനെ പറ്റിയാണ് നാം ഇന്നിവിടെ പഠിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വിറ്റമിൻസ് അഥവാ ജീവകങ്ങൾ ലാറ്റിൻ പദങ്ങളായ വിറ്റ ആൻഡ് അമീൻസ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നുമാണ് വൈറ്റമിൻസ് എന്ന പദം ഉത്ഭവിക്കുന്നത്. വിറ്റ മീൻസ് ലൈഫ് ആൻഡ് അമീൻ മീൻസ് അമിനോ ആസിഡ്സ്. വൈറ്റമിൻസ് കണ്ടെത്തുന്നത് ഫെഡറിക് ഹോപ്കിൻസ് ആണ്. 1929 ഫെഡറിക് ഹോപ്കിൻസിന് വൈറ്റമിൻസ് കണ്ടെത്തിയതിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു. എന്നാൽ വൈറ്റമിൻസ് എന്ന പേര് നൽകുന്നത് കാസിമർ ഫങ്ക് ആണ്. ദ ടേം വൈറ്റമിൻസ് വാസ് കോയിൻഡ് ബൈ കാസിമർ ഫങ്ക്. അതുപോലെ തന്നെ ഫാദർ ഓഫ് വൈറ്റമിൻ തെറാപ്പി എന്നറിയപ്പെടുന്നതും കാസിമർ ഫങ്ക് ആണ്. ഇനി ചോദ്യ പേപ്പറിൽ ഫാദർ ഓഫ് വിറ്റാമിൻ എന്ന് മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്ക് കാസിമർ ഫങ്ക് എന്ന് ഉത്തരം എഴുതാം. വൈറ്റമിൻസ് എന്നാൽ ജൈവ സംയുക്തങ്ങളാണ്. ദാറ്റ് ഈസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും മിതമായ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ്. അതുകൊണ്ട് വൈറ്റമിൻസ് അറിയപ്പെടുന്നത് മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ മൂലകങ്ങൾ എന്നാണ്. വൈറ്റമിൻസിൻ്റെ അപരനാമം കോ എൻസൈംസ് എന്നാണ്. പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ്. എന്നാൽ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമുണ്ട്. വൈറ്റമിൻസിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 0. വൈറ്റമിൻസിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 0. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളുടെ എണ്ണം 13. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളുടെ എണ്ണം 13. എക്സസ് ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ ലീഡ് ടു എ ഡിസീസ് കോൾഡ് ഹൈപ്പർ വൈറ്റമിനോസിസ് അല്ലെങ്കിൽ വൈറ്റമിൻ ടോക്സിസിറ്റി. നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻസ് ആർ മൈക്രോ ന്യൂട്രിയൻസ് എന്നുള്ളത്. അതുകൊണ്ട് അമിതമായ വൈറ്റമിൻ സപ്ലിമെൻസിൻ്റെ ഉപയോഗം ഹൈപ്പർ വിറ്റമിനോസിസ് കൊണ്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ കാരണമാകുന്നു. ഇനി എന്താണ് ആൻറ്റി വൈറ്റമിൻസ് എന്ന് നമുക്ക് നോക്കാം. സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻഹിബിറ്റ് ദ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ജെനുവിൻ വൈറ്റമിൻ. അതായത് ഒരു യഥാർത്ഥ വൈറ്റമിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസിനെ തടസ്സപ്പെടുന്ന സബ്സ്റ്റൻസസ് ആണ് ആൻറ്റി വൈറ്റമിൻ. അതിന് ഉദാഹരണമാണ് മുട്ടയിൽ അടങ്ങിയിട്ടുള്ള അവിഡിൻ. എഗ് വൈറ്റിൽ പ്രസൻ്റായ ഈ അവിഡിൻ മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്ന് ലഭിക്കുന്ന ബയോട്ടിൻ എന്ന വൈറ്റമിൻ B7 അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായി എഗ് വൈറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ ഹെയർ ലോസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് വൈറ്റമിൻസ്. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും വൈറ്റമിൻസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസാണ് A, D, E, K. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസാണ് B കോംപ്ലക്സ് ആൻഡ് C. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ നമുക്ക് എങ്ങനെ ഓർക്കാമെന്ന് നോക്കാം. A, D, E, K ആണെന്ന് പറഞ്ഞു. അതിനെ ഒരുമിച്ച് വായിച്ചു നോക്കിയേ. അഡക്. A, D, E, K അഡക്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് മിച്ചമുള്ള 2 B കോംപ്ലക്സ് ആൻഡ് C. താഴെ തന്നിരിക്കുന്ന 2 ടേബിൾസ് നമുക്കിനി പഠിക്കാം. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും വാട്ടർ സോളിബിൾ വൈറ്റമിൻസുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ശാസ്ത്രീയ നാമവും അപര്യാപ്തത രോഗങ്ങളുമാണ് ആ ടേബിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇടതുവശത്തെ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അതിലാദ്യം വരുന്നത് വൈറ്റമിൻ A1 ആണ്. വൈറ്റമിൻ A1ൻ്റെ ശാസ്ത്രീയ നാമം റെറ്റിനോളാണ്. ബീറ്റ കരോട്ടിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ A1 ആണ്. വൈറ്റമിൻ A1ൻ്റെ അപര്യാപ്തത രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അടുത്തതായി വൈറ്റമിൻ A2. വൈറ്റമിൻ A2ൻ്റെ ശാസ്ത്രീയ നാമം ഡീഹൈഡ്രോ റെറ്റിനോൾ എന്നാണ്. അപര്യാപ്തത രോഗം സെറോപ്താൽമിയാണ്. അപ്പോൾ വൈറ്റമിൻ A1ൻ്റെ ശാസ്ത്രീയ നാമം നമുക്ക് എങ്ങനെ ഓർക്കാം? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ A ഈസ് റിലേറ്റഡ് ടു ഐസ് അല്ലേ? കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ A1. അപ്പോൾ കണ്ണിൽ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. അപ്പോൾ വൈറ്റമിൻ A1ൻ്റെ നാമം റെറ്റിനോൾ എന്ന് വരാം. അതിനുശേഷമല്ലേ A2 വരുന്നത്? അത് ഡീഹൈഡ്രോ റെറ്റിനോളും. വൈറ്റമിൻ A1 അഥവാ റെറ്റിനോൾ അതിൻ്റെ മറ്റൊരു പേരാണ് ബീറ്റ കരോട്ടിൻ. അപ്പോൾ ബീറ്റ കരോട്ടിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ A1 ആണ്. അതിൻ്റെ അപര്യാപ്തത രോഗം നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. അതുപോലെ വൈറ്റമിൻ A2 ശാസ്ത്രീയ നാമം ഡീഹൈഡ്രോ റെറ്റിനോൾ, അതിൻ്റെ അപര്യാപ്തത രോഗം സെറോപ്താൽമിയ.
അടുത്തത് വൈറ്റമിൻ ഡി ആണ്. D2ഉം D3യും അതിലുണ്ട് ക്ലാസിഫിക്കേഷനായിട്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ശരിയായ വളർച്ചയ്ക്കും ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമുള്ളത് കാൽഷ്യം ആണെന്ന് തന്നെയാണ് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ D2 എന്ന് പറഞ്ഞതിൻ്റെ ശാസ്ത്രീയ നാമം എർഗോ കാൽസിഫെറോൾ എന്നാണ്. എന്നാൽ വൈറ്റമിൻ D3 കോളി കാൽസിഫെറോൾ എന്നാണ്. എർഗോ കാൽസിഫെറോൾ വൈറ്റമിൻ D2, വൈറ്റമിൻ D3 ഈസ് കോളി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഇയെ പറ്റി അഡ്വർടൈസ്മെൻറ്റ്സിലെല്ലാം നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. എല്ലാ കോസ്മെറ്റിക്സിലും പറയുന്നത് ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലതാണ് എന്നാണ്. ഈ സ്കിന്നിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ത്വക്കെന്നല്ലേ. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ഇൻഫെർട്ടിലിറ്റി ഓർ സ്റ്റെറിലിറ്റി. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അപ്പോൾ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ ഈ വൈറ്റമിൻ കെ. ഫൈറ്റ് നടക്കുമ്പോഴല്ലേ ബ്ലഡ് വരുന്നത്. അപ്പോൾ വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം അങ്ങനെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഫില്ലോക്വിനോൺ ആണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. വൈറ്റമിൻ A1 ശാസ്ത്രീയ നാമം റെറ്റിനോൾ, ഓൾസോ നോൺ എസ് ബീറ്റ കെരട്ടിൻ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അത് കഴിഞ്ഞ് വൈറ്റമിൻ A2 ഡീഹൈഡ്രോ റെറ്റിനോൾ. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് സെറോപ്താൽമിയ. അത് കഴിഞ്ഞ് വൈറ്റമിൻ D2 എർഗോ കാൽസിഫെറോൾ, വൈറ്റമിൻ D3 കോളി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ എന്നാണ്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഇൻഫെർട്ടിലിറ്റി ഓർ സ്റ്റെറിലിറ്റി. അത് കഴിഞ്ഞ് വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. അതിൻ്റെ അപര്യാപ്തത രോഗം ഡിലേ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ഇനി നമുക്ക് അടുത്ത ടേബിളിലോട്ട് പോവാം. വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളുമാണ് അടുത്ത ടേബിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ വൈറ്റമിൻസിൻ്റെ എണ്ണമാണ് 13. അതിൽ 8 എണ്ണവും ബി കോംപ്ലക്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസിലെ ആദ്യത്തേത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തൈമിൻ. അത് ഉണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബറി. വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം തൈമിനാണ്. അതുണ്ടാക്കുന്ന ഡിസീസാണ് ബെറിബറി. അത് കഴിഞ്ഞിട്ടാണ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2ൻ്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി അഥവാ റൈബോഫ്ലാവിൻ്റെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു റൈബോഫ്ലാവോസിസ്. അടുത്തത് വൈറ്റമിൻ B3. സയൻറ്റിഫിക് നെയിംസ് ആണ് നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് പെല്ലഗ്ര. അടുത്തത് വൈറ്റമിൻ B5. ശാസ്ത്രീയ നാമം പാൻറ്റോതെനിക് ആസിഡ്. 5 സൈഡഡ് പോളിഗൺ അല്ലേ നമ്മളെ പെൻറ്റഗൺ. അപ്പോൾ പെൻറ്റ. അപ്പോൾ B5ൻ്റെ ശാസ്ത്രീയ നാമം ഓർത്തിരിക്കാൻ നമ്മൾ പെൻറ്റഗൺ ഓർത്ത് വെച്ചാൽ മതിയാവും. കാരണം 5 ഫോർ പെൻറ്റ. വൈറ്റമിൻ B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. അപര്യാപ്തത രോഗം പരസ്തേഷ്യ. അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ. അത് കഴിഞ്ഞ് വരുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അത് കഴിഞ്ഞ് വരുന്നത് വൈറ്റമിൻ B7. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B7 ആണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിനാണ്. വൈറ്റമിൻ B7ൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് സെബോറിയ. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B9. ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്. അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B9ൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അത് കഴിഞ്ഞിട്ടാണ് വൈറ്റമിൻ B12 വരുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമം സയാനോകൊബാലുമിൻ. സയാനോകൊബാലുമിൻ. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി.
അപ്പോൾ നമ്മൾ രണ്ട് ടേബിളിലൂടെയും ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും വാട്ടർ സോളബിൾ വൈറ്റമിൻസും അതിൻ്റെ ശാസ്ത്രീയ നാമവും ഒരുവിധം പരിചയപ്പെട്ടു. ഈ വൈറ്റമിൻസും അതിൻ്റെ ഡിസീസസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ വളരെ വ്യക്തമായി നോക്കുന്നതായിരിക്കും. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസിനെയും ബി വൈറ്റമിൻസിനെയും കോഡിലൂടെ എങ്ങനെ ഓർത്തിരിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ തന്നിരിക്കുന്ന ഇമേജിലോട്ട് നോക്കിയേ. ഫാറ്റ് സോളബിൾ വൈറ്റമിൻ, ശരീരത്തിൽ ഫാറ്റ് കണ്ടോ അടുക്കടുക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസിനെ നമ്മൾ എന്തോർക്കണം? അടുക്കുകളായി ഫാറ്റ് കാണപ്പെടുന്നു എന്ന് ഓർത്താൽ മതി. അതായത് ADEK, അടക്ക്, അടുക്കടുക്കായി ഫാറ്റ് കാണപ്പെടുന്നു ശരീരത്തിൽ. അടുത്തതായി നമുക്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻസിനെ എങ്ങനെ ഒരു കോഡ് രൂപത്തിൽ അതിൻ്റെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെ പഠിച്ചു വയ്ക്കാമെന്ന് നോക്കാം. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കൂടെ പറഞ്ഞു നോക്കണേ. ദ റിംഗ് മാസ്റ്റേഴ്സ് നൈസ് പാൻസ് ആൻഡ് പൈജാമാസ് ബിറ്റൺ ബൈ ഫോക്സ് ആൻഡ് കൗ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ദ റിംഗ് മാസ്റ്റേഴ്സ് നൈസ് പാൻസ് ആൻഡ് പൈജാമാസ് ബിറ്റൺ ബൈ ഫോക്സ് ആൻഡ് കൗ. അടുത്തതായ ഇടതുവശത്ത് തന്നിട്ടുള്ള ഇമേജസിലോട്ടൊന്ന് നോക്കിയേ. ഒരു സീക്വൻസ് ആയിട്ട് ഒരു റിംഗ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പാൻസും പൈജാമയും, ഒരു കുറുക്കനും ഒരു പശുവും. ഓക്കെ, എന്നിട്ടാണ് നമ്മളെ കോഡ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ദ റിംഗ് മാസ്റ്റേഴ്സ് നൈസ് പാൻസ് ആൻഡ് പൈജാമാസ് ബിറ്റൺ ബൈ ഫോക്സ് ആൻഡ് കൗ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കോഡ് ഓർഡറിൽ താഴെ എഴുതിയിട്ടുണ്ട്. ആദ്യം TH തയമിൻ വൈറ്റമിൻ B1, റിംഗ് മാസ്റ്റേഴ്സ് RI റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2, നൈസ് NI നിയാസിൻ നിക്കോട്ടിനിക് ആസിഡ് അതായത് വൈറ്റമിൻ B3, പാൻസ് PAN പാന്തോത്തനിക് ആസിഡ് വൈറ്റമിൻ B5, പൈജാമാസ് പിറിഡോക്സിൻ വൈറ്റമിൻ B6, ബിറ്റൺ ബയോട്ടിൻ വൈറ്റമിൻ B7, ഫോക്സ് ഫോളിക് ആസിഡ് വൈറ്റമിൻ B9, കൗ CO കൊബാലുമിൻ. അപ്പോൾ വൈറ്റമിൻ B12ൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സയാനോ കൊബാലുമിൻ. അപ്പോൾ ഈ കോഡ് ഒന്നുകൂടെ പറഞ്ഞു നോക്കേ. ദ റിംഗ് മാസ്റ്റേഴ്സ് നൈസ് പാൻസ് ആൻഡ് പൈജാമാസ് ബിറ്റൺ ബൈ ഫോക്സ് ആൻഡ് കൗ. അടുത്തതായി നമുക്ക് വിറ്റാമിനുകളുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റി നോക്കാം. 1700 കാലഘട്ടം മുതൽ മനുഷ്യരിൽ കണ്ടുവന്നിരുന്ന സ്കർവി, പെല്ലഗ്ര, ബെറിബറി തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണം മനുഷ്യ ശരീരത്തിലുള്ള ഏതോ ചില സബ്സ്റ്റൻസുകളുടെ അഭാവം മൂലമാണെന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ 1900ൻ്റെ തുടക്കം മുതൽക്കാണ് ഈ അസുഖങ്ങൾക്ക് കാരണം ചില ന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലമാണെന്ന് കണ്ടുപിടിക്കുകയും ആ ന്യൂട്രിയൻസിനെ വേർതിരിച്ച് അവ വൈറ്റമിൻസ് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്തത്. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. എൽമർ മെക്കല്ലവും മാർഗ്രറ്റ് ഡേവിസും ചേർന്നാണ് വിറ്റമിൻ A കണ്ടെത്തിയത്. എൽമർ മെക്കല്ലം തന്നെയാണ് വിറ്റമിൻ Dയും കണ്ടെത്തിയത്. വൈറ്റമിൻസിനെ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് എന്നും വാട്ടർ സോളബിൾ വൈറ്റമിൻസ് എന്നും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തത് എൽമർ മെക്കല്ലം തന്നെയാണ്. അടുത്തതായി വിറ്റമിൻ E. ഹെർബർട്ട് ഇവാൻസും കാതറിൻ ബിഷപ്പും ചേർന്നാണ് വിറ്റമിൻ E കണ്ടെത്തുന്നത്. നെക്സ്റ്റ് വിറ്റമിൻ K. ഹെൻറിക് ഡാമാണ് വിറ്റമിൻ K കണ്ടെത്തിയത്. എല്ലാവരും ടേബിളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി വൈറ്റമിൻ B1 കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഏഗ്മാൻ, B2 അലക്സാണ്ടർ ബ്ലിത്ത്, B3 കാസിമർ ഫങ്ക്, B5 റോജർ J വില്യംസ്, B6 പോൾ ഗ്യോർഗി, B7 യൂജിൻ വൈൽഡിയേഴ്സ്, B9 ലൂസി വിൽസ്. നെക്സ്റ്റ് വൈറ്റമിൻ B12. 3 പേര് ചേർന്നാണ് വൈറ്റമിൻ B12 കണ്ടുപിടിക്കുന്നത്. ജോർജ് വിപ്പിൾ, ജോർജ് മിനോട്ട്, വില്യം മർഫി. നെക്സ്റ്റ് വൈറ്റമിൻ C കണ്ടുപിടിച്ചത് ആൽബർട്ട് സെൻഗ്യോർഗി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. വൈറ്റമിൻ A കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. വൈറ്റമിൻ A ആദ്യമായി സിന്തസൈസ് ചെയ്യുന്നത് ഡേവിഡ് ആഡ്രിയാൻ വാൻഡ്രോപ്പും ജോസഫ് ഫെർഡിനാൻഡ് അറൈൻസുമാണ്. വൈറ്റമിൻ A കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കണം. ഒരു കോഡെന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ആരോടെങ്കിലും സ്നേഹം കൂടുമ്പോൾ നമ്മൾ അവരോട് പറയാറില്ലേ? പറയൂല്ലെങ്കിൽ ഇങ്ങനെ പറയൂന്ന് ഓർത്ത് വയ്ക്കണം. കണ്ണേ കരളെ തേനേ പാലേ ക്യാരറ്റേ വെജിറ്റബിളേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. കണ്ണേ കരളെ തേനേ പാലേ ക്യാരറ്റേ വെജിറ്റബിളേ. ഇതിലെല്ലാത്തിലും ഒരു A ഉണ്ടല്ലേ? അത് തന്നെയാണ് ഏറ്റവും എളുപ്പം ഈ വൈറ്റമിൻ A കുറിച്ച് ഓർത്തു വയ്ക്കാൻ വേണ്ടി. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ A. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് നമ്മളുടെ കണ്ണുകളാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ A. വൈറ്റമിൻ A ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ലിവർ, ഹണി, മിൽക്ക്, ക്യാരറ്റ്,
ലീഫി വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് എഗ്. ക്യാരറ്റിന് നിറം നൽകുന്ന ഒരു പിഗ്മെൻ്റാണ് ബീറ്റാ കരോട്ടിൻ. ഈ ബീറ്റാ കരോട്ടിൻ അറിയപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ എന്നാണ്. അപ്പോൾ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻറ്റ് അല്ലെങ്കിൽ വർണ്ണകം ഏതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബീറ്റാ കരോട്ടിനാണ്. ദ വൈറ്റമിൻ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ലിവർ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ എ ആണ്. ആദ്യം പറഞ്ഞ ആ കോഡൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ദ വൈറ്റമിൻ ദാറ്റ് ഈസ് നാച്ചുറലി ഒക്കറിങ് ഇൻ ആനിമൽസ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ A1 ആണ് റെറ്റിനോൾ. സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ A2 ആണ് ഡീഹൈഡ്രോ റെറ്റിനോൾ. വൈറ്റമിൻ A1 അഥവാ റെറ്റിനോളിൻ്റെ അപര്യാപ്തത രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. മാലക്കണ്ണ് എന്നറിയപ്പെടുന്നതും നമ്മളുടെ ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ A2 ഈസ് ഡീഹൈഡ്രോ റെറ്റിനോൾ. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് സെറോപ്താൽമിയ, വരണ്ട കണ്ണ് എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ എന്താണ് ഈ സെറോപ്താൽമിയ? കരയാൻ ശ്രമിച്ചാലും കണ്ണുനീർ വരാത്ത കണ്ണിൻ്റെ അവസ്ഥയാണ് സെറോപ്താൽമിയ. അതുകൊണ്ട് തന്നെ വരണ്ട കണ്ണെന്നും അതിനെ പറയുന്നു. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദ ടെസ്റ്റ് ഫോർ ഐഡൻറ്റിഫൈയിങ് ദ നൈറ്റ് ബ്ലൈൻഡ്നസ് ഈസ് റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ ഡി ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഫ്രം ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. കാൽഷ്യത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും സിന്തസിസിനുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും അതിനുത്തരവും വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് രാവിലത്തെ വെയിലേൽക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന്. അതുപോലെ തന്നെ ഗർഭിണികളും നവജാത ശിശുക്കളും രാവിലത്തെ വെയിലേൽക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്തിനാണെന്നറിയോ? സൺലൈറ്റിലെ UV റേസ് ദേഹത്ത് പതിക്കുമ്പോൾ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന ഫാറ്റ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് രണ്ട് ചോദ്യം കിട്ടിയില്ലേ? ഏത് ഫാറ്റാണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന ഫാറ്റ്. അപ്പോൾ സൺലൈറ്റിലുള്ള ഏത് കമ്പോണൻ്റാണ് ഈ പ്രോസസ്സിന് സഹായിക്കുന്നത്? UV റേസ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന പേരുകളാണ് സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ. വൈറ്റമിൻ ഡി അറിയപ്പെടുന്ന പേരുകളാണ് സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ. വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫിഷ് ലിവർ ഓയിൽ അഥവാ കോഡ് ലിവർ ഓയിലാണ്. അതുപോലെ റെഡ് മീറ്റിലും ഫിഷിലും എഗ് യോക്കിലും ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കാണപ്പെടാറുണ്ട്. അതുപോലെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും വൈറ്റമിൻ ഡി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ദ വൈറ്റമിൻ വിച്ച് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നൊരു ചോദ്യം വന്നാൽ വൈറ്റമിൻ ഡി ആണ് അതിനുത്തരം. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത എല്ലുകളെയാണ് ബാധിക്കുന്നത്. അപര്യാപ്തത രോഗങ്ങളാണ് റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോ മലേഷ്യ. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ എന്നറിയപ്പെടും. സോഫ്റ്റനിങ് ഓഫ് ബോൺ ഇൻ ചിൽഡ്രൻ എന്ന അവസ്ഥയാണ് റിക്കറ്റ്സ്. എന്നാൽ ഓസ്റ്റിയോ മലേഷ്യ അഡൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഡീമിനറലൈസേഷൻ ഓഫ് ബോൺസ് ഇൻ അഡൽസിന് കാരണം ഓസ്റ്റിയോ മലേഷ്യയാണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ, അത് കഴിഞ്ഞ് ഓസ്റ്റിയോ മലേഷ്യ. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ ഇ തോക്കോഫെറോളാണ് സയൻറ്റിഫിക് നെയിം. അതിന് കാരണം ഞാൻ പറഞ്ഞു, അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി. ത്വക്കുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നുള്ളതുകൊണ്ട് തോക്കോഫെറോൾ എന്ന് ഓർത്ത് വയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. റീപ്രൊഡക്ഷനും സ്കിൻ ഹെൽത്തിനും അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന നാമങ്ങളാണ് ബ്യൂട്ടി വൈറ്റമിൻ, സെക്സ് വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, പ്രൊട്ടക്ടർ ഓഫ് ഹാർട്ട് എന്നിങ്ങനെ. എന്തൊക്കെയാണ്? പ്രൊട്ടക്ടർ ഓഫ് ഹാർട്ട്, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, സെക്സ് വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ. ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി, വന്ധ്യത എന്ന് മലയാളത്തിൽ പറയും. ആൻറ്റി ഓക്സിഡൻ്റായിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റമിനും ഹോർമോണായിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഓയിൽസ്. ഏതിലൊക്കെയാണ്? നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഓയിൽ.
അപ്പോൾ വൈറ്റമിൻ ഇ റീപ്രൊഡക്ഷൻ ഓർ സ്കിൻ ഹെൽത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നും സെക്സ് വൈറ്റമിൻ എന്നും ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും പ്രൊട്ടക്ടർ ഓഫ് ഹാർട്ട് എന്നും അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപര്യാപ്തത രോഗങ്ങളാണ് ഇൻഫെർട്ടിലിറ്റി ഓർ സ്റ്റെറിലിറ്റി. ദ വൈറ്റമിൻ യൂസ്ഡ് ആസ് ആൻറ്റി ഓക്സിഡൻ്റ് എന്നും ദ വൈറ്റമിൻ യൂസ്ഡ് ആസ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ആണ്. നമുക്ക് അടുത്ത വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ കെ, ഫില്ലോക്വിനോൺ. അപ്പോൾ നേരത്തെയുള്ള സ്ലൈഡിൽ ഞാൻ പറഞ്ഞതാണ് വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷൻ വൈറ്റമിൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമം ഓർക്കാൻ വേണ്ടി ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന വൈറ്റമിനാണ്. അതുകൊണ്ട് ഫൈറ്റ് നടക്കുമ്പോഴാണ് ബ്ലഡ് വരുന്നത്. അപ്പോൾ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊയാഗുലേഷൻ വൈറ്റമിൻ. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫിലിയ. റോയൽ ഡിസീസ് എന്നും ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും ക്രിസ്മസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയയാണ് ഹീമോഫിലിയ ബി എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ കാരിയർ എന്ന് വിശ്വസിച്ച് വരുന്നത്. ഒരു ക്രിസ്മസ് സീസണിലാണ് ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് റോയൽ ഡിസീസ് എന്നും ക്രിസ്മസ് ഡിസീസ് എന്നും പറയുന്നു. ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും അതറിയപ്പെടുന്നു. വേൾഡ് ഹീമോഫിലിയ ഡേ ഏപ്രിൽ 17-നാണ്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിൻ എന്നും ലിവറിൻ്റെ ഹെൽത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ഓഫ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ലിവർ. വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ആനിമൽ ലിവറിലുമാണ്. അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 പോയിൻ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ദ മെറ്റൽ helps in the blood clotting is calcium. The protein help in the blood clotting is fibrinogen. Cell helping in blood clotting is platelets. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന മെറ്റലാണ് കാൽഷ്യം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ്. നമുക്കപ്പോൾ അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ ബി കോംപ്ലക്സ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ എണ്ണമായ 13 നമ്പറിൽ നിന്നും 8 വൈറ്റമിൻസും ബി കോംപ്ലക്സിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വൈറ്റമിൻ B1 തൈമിൻ എന്നാണ് വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B1. നെർവ്സിൻ്റെ ഹെൽത്തിനും മസിൽസിൻ്റെ ഹെൽത്തിനും ഏറ്റവും അത്യാവശ്യമായ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B1. അപ്പോൾ വൈറ്റമിൻ B1 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് റൈസ് ബാൺ, പോർക്ക്, ഓട്ട്മീൽ, ബ്രൗൺ റൈസ്, വെജിറ്റബിൾസ്, പൊട്ടറ്റോസ്, ലിവർ, എഗ്സ് എന്നിവയിലാണ്. അപ്പോൾ തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് റൈസ് ബാൺ, തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. അതുകൊണ്ട് തൈമിനാണ് വൈറ്റമിൻ ബിയുടെ ശാസ്ത്രീയ നാമം, ഒന്ന് ഓർത്ത് വച്ചേക്കാം. വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബെറി. ബെറിബെറി അഫക്റ്റ് ദ നെർവസ് സിസ്റ്റം. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസിയുടെ ഒരു സിംറ്റമാണ് കോസസ് പാർഷ്യൽ പാരാലിസിസ് ആൻഡ് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ്. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിസത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B2. സ്കിന്നിൻ്റെയും ഐസിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്തിന് അത്യാവശ്യമായ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B2. മനുഷ്യ ശരീരത്തിൽ സ്റ്റിറോയിഡിൻ്റെ പ്രൊഡക്ഷനും റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനും ത്വരിതപ്പെടുത്താൻ വൈറ്റമിൻ B2 സഹായിക്കുന്നു. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നിന്നും നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. അപ്പോൾ വൈറ്റമിൻ B2 അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഡയറി പ്രോഡക്ട്സ്, ബനാനാസ്, പോപ്കോൺ, ഗ്രീൻ ബീൻസ്, ആസ്പരാഗസ്. വൈറ്റമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് റൈബോഫ്ലാവോസിസ്. അതുണ്ടാക്കുന്ന സിംറ്റംസ് ഉണ്ട്: സോർസ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്. നാവിലുണ്ടാകുന്ന വീക്കവും വായ്പുണ്ണിന് കാരണമാകുന്ന വൈറ്റമിനും വൈറ്റമിൻ B2 ആണ്. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B3. സയൻറ്റിഫിക് നെയിമാണ് നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B3 തന്നെയാണ്. വൈറ്റമിൻ B3 ഈസ് എസെൻഷ്യൽ ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. അതായത് എനർജി പ്രൊഡക്ഷന് അത്യന്താപേക്ഷിതമായ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B3.
അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഹെൽത്തി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും നെർവസ് സിസ്റ്റത്തിനും അത്യന്താപേക്ഷിതമായ ബി വൈറ്റമിനാണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3 ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മീറ്റ്, ഫിഷ്, എഗ്സ്, മെനി വെജിറ്റബിൾസ്, മഷ്റൂംസ് ആൻഡ് ട്രീ നട്ട്സ്. അപ്പോൾ വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അതുണ്ടാക്കുന്ന സിംറ്റംസ് ആണ് ഇൻഫ്ലമേഷൻസ് ഓഫ് ദ സ്കിൻ, ഡയേറിയ ആൻഡ് ഡിമെൻഷ്യ. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. B5 പാന്തോതെനിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ബ്രേക്ക് ഡൗണിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് വൈറ്റമിൻ B5 പാന്തോതെനിക് ആസിഡ്. എസെൻഷ്യൽ ഫോർ ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും എസെൻഷ്യലാണ് വൈറ്റമിൻ B5. വൈറ്റമിൻ B5 കാണപ്പെടുന്നത് മീറ്റിലും ബ്രക്കോളിയിലും അവക്കാഡോസിലുമാണ്. വൈറ്റമിൻ B5ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പാരസ്തേഷ്യ. വൈറ്റമിൻ B5ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് പാരസ്തേഷ്യ. വൈറ്റമിൻ B5ൻ്റെ ഡെഫിഷ്യൻസി കുറച്ച് സിംറ്റംസ് കാണിക്കും. ഫെറ്റീഗ്, ഡിപ്രഷൻ, വോമിറ്റിംഗ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആൻഡ് ബേണിംഗ് ഓഫ് ഫീറ്റ്സ്. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ B6 ശാസ്ത്രീയ നാമം പിരിഡോക്സിനാണ്. വൈറ്റമിൻ B6 ശാസ്ത്രീയ നാമം പിരിഡോക്സിനാണ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഫാറ്റിൻ്റെയും ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. മനുഷ്യ ശരീരത്തിൽ ഹോർമോൺസിൻ്റെയും റെഡ് ബ്ലഡ് സെൽസിൻ്റെയും പ്രൊഡക്ഷൻ അനിവാര്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6 ഏറ്റവും കൂടുതൽ കാണുന്നത് മീറ്റ്, വെജിറ്റബിൾസ്, ട്രീ നട്ട്സ്, ബനാനാസ് എന്നിവയിലാണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B6 ലീഡ് ടു അനീമിയ. വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാക്കുന്നു. ഇറ്റ് ഓൾസോ ഷോസ് സിംറ്റംസ് ലൈക്ക് ഫെറ്റീഗ്, ഡിപ്രഷൻ, വോമിറ്റിംഗ്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആൻഡ് ബേണിംഗ് ഫീറ്റ്. അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B7. ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. വൈറ്റമിൻ B7ൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H. ഹെയർ ഫോളുമായിട്ട് റിലേറ്റ് ചെയ്ത വൈറ്റമിനാണ് വൈറ്റമിൻ B7. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ H എന്ന് നമുക്ക് ഓർക്കാം. ലിവർ മെറ്റബോളിസത്തിനും ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റത്തിനും അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B7. വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H കാണപ്പെടുന്നത് റോ എഗ് യോക്കിലും ലിവറിലും പീനട്ട്സിലും ലീഫി ഗ്രീൻ വെജിറ്റബിൾസിലുമാണ്. അതുപോലെ തന്നെ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ B7 ആണ്. അതിൻ്റെ അപര്യാപ്തത ഉണ്ടാക്കുന്ന അസുഖമാണ് ഡെർമറ്റൈറ്റിസ്. അതുണ്ടാക്കുന്ന സിംറ്റംസ് ആണ് ഹെയർ ലോസും ക്യാരക്ടറിസ്റ്റിക് സ്കെയിൽ റെഡ് റാഷ് ഇൻ ഫേസ്. മുഖത്ത് ചുവന്ന് തടിച്ച പാടുകളും മുടി കൊഴിച്ചിലും വൈറ്റമിൻ B7ൻ്റെ അപര്യാപ്തതയുടെ ലക്ഷണങ്ങളാണ്. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോകാം. വൈറ്റമിൻ B9 ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9ൻ്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ M. RBCയുടെ മെച്ചുറേഷന് സഹായിക്കുന്ന വൈറ്റമിൻ, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിൻ്റെ സിന്തസിസിനും റിപ്പയറിങ്ങിനും സഹായിക്കുന്ന വൈറ്റമിനുമാണ് വൈറ്റമിൻ B9. പ്രഗ്നൻസി സമയത്ത് റാപ്പിഡ് സെൽ ഡിവിഷനും ഗ്രോത്തിനും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ലേഡീസിന് വൈറ്റമിൻ B9 സപ്ലിമെൻ്റ് കൊടുക്കുന്നത്. വൈറ്റമിൻ B9 ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്രിവെൻസ് അനീമിയ. വൈറ്റമിൻ B9 കാണപ്പെടുന്നത് ലീഫി വെജിറ്റബിൾസിൽ, പാസ്തയിൽ, ബ്രെഡിൽ, സിറിയൽസിൽ, അതുപോലെ ലിവറിലും കാണപ്പെടാറുണ്ട്. വൈറ്റമിൻ B9ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ B9ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. നമുക്ക് അടുത്ത വൈറ്റമിനിലേക്ക് പോവാം. വൈറ്റമിൻ B12 സയാനോ കൊബാലുമിൻ. വൈറ്റമിൻ B12ൻ്റെ ശാസ്ത്രീയ നാമമാണ് സയാനോ കൊബാലുമിൻ. RBCയുടെ സിന്തസിസിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും സഹായിക്കുന്ന ബി വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 കാണപ്പെടുന്നത് മീറ്റ് ആൻഡ് അതർ അനിമൽ പ്രോഡക്ട്സിലാണ്. ദ വൈറ്റമിൻ വിച്ച് കണ്ടെയ്ൻസ് ദ മെറ്റൽ കൊബാൾട്ട് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B12ലാണ്. കൊബാൾട്ട് എന്ന ലോഹം അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ B12ലാണ്. ദ വൈറ്റമിൻ ദാറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ വെജിറ്റേറിയൻസ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B12 സയാനോ കൊബാലുമിനാണ്. വെജിറ്റേറിയൻ ഫുഡ്സിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B12. അതുപോലെ തന്നെ മഴവെള്ളത്തിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12.
വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ലീഡ്സ് ടു പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ഈ ബി വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റമിൻ B6 ആണ് പിരിഡോക്സിൻ. അപര്യാപ്തത രോഗമാണ് അനീമിയ. B6 അപര്യാപ്തത രോഗം അനീമിയാണ്. വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ്. അതിൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയയും. വൈറ്റമിൻ B12 സയാനോ കൊബാലുമിൻ, അതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ് ആ ഡിസീസസ് വരുന്നത്. B6 അനീമിയ, B9 ഡെഫിഷ്യൻസി മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 ഡെഫിഷ്യൻസി പെർനീഷ്യസ് അനീമിയ. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ക്ലാസ്സിലെ ലാസ്റ്റ് വൈറ്റമിനായ വൈറ്റമിൻ സിയിലേക്ക് കടക്കാം. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി അറിയപ്പെടുന്ന പേരുകളാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ, യൂത്ത് മെയിൻറ്റെയിനിങ് വൈറ്റമിൻ. ഏതൊക്കെയാണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ, യൂത്ത് മെയിൻറ്റെയിനിങ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ വൈറ്റമിൻ സി ആണ്. റീസെൻ്റായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, ദ വൈറ്റമിൻ വിച്ച് ഈസ് നെസസറി ഫോർ കാൽസിഫിക്കേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. വൈറ്റമിൻ സി ആണ്. ദ വൈറ്റമിൻ ദാറ്റ് ഈസ് നെസസറി ഫോർ കാൽസിഫിക്കേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗൂസ്ബെറിയിലും സിട്രസ് ഫ്രൂട്ട്സിലുമാണ്. അപ്പോൾ നെല്ലിക്കയിലും സിട്രസ് ഫ്രൂട്ട്സിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ദ വെജിറ്റബിൾ വിച്ച് ഇസ് റിച്ച് ഇൻ വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത് നമ്മുടെ പാവയ്ക്കാണ്. ബിറ്റർ ഗാർഡ്, ബിറ്റർ മെലൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പക്ഷേ ഗ്രീൻ ചില്ലിയിലാണ് ഏറ്റവും കൂടുതലായി വൈറ്റമിൻ സി കാണപ്പെടുന്നത്. പക്ഷേ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വെജിറ്റബിളാണ് ബിറ്റർ ഗാർഡ് അല്ലെങ്കിൽ പാവയ്ക്ക. ദ വൈറ്റമിൻ വിച്ച് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ മിൽക്ക് ആൻഡ് എഗ് വൈറ്റമിൻ സി ആണ്. മിൽക്കിലും എഗ്ഗിലും ആബ്സെൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് നമ്മുടെ വൈറ്റമിൻ സി. കുക്കിങ്ങിലൂടെയും യൂറിനേഷനിലൂടെയും നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കണം. ദ ഫസ്റ്റ് വൈറ്റമിൻ വിച്ച് ഈസ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ആ വൈറ്റമിൻ സിയെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് റിച്ചസ്റ്റെയിൻ പ്രോസസ്സ്. വൈറ്റമിൻ സിയുടെ സിന്തസിസ് അറിയപ്പെടുന്ന പ്രോസസ്സാണ് റിച്ചസ്റ്റെയിൻ പ്രോസസ്സ്. ടേഡിയസ് റിച്ചസ്റ്റൈൻ എന്ന സയൻറ്റിസ്റ്റ് ഡി ഗ്ലൂക്കോസ് എന്ന മെറ്റീരിയലിൽ നിന്നും ആദ്യമായി വൈറ്റമിൻ സിയെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെയാണ് വൈറ്റമിൻ സി ഫസ്റ്റ് ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് വൈറ്റമിൻ ആകുന്നത്. ആ ആർട്ടിഫിഷ്യൽ സിന്തസിസിൻ്റെ പ്രോസസ്സാണ് റിച്ചസ്റ്റൈൻ പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ലീഡ്സ് ടു സ്കർവി. സ്കർവി അറിയപ്പെടുന്നത് സെയിലേഴ്സ് പ്ലേഗ് എന്നാണ്. കുറച്ച് സിംറ്റംസ് ഈ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവും. ബ്ലീഡിംഗ് ഗംസ്, ലൂസനിങ് ഓഫ് ടീത്ത്, ഫ്രജൈൽ ബ്ലഡ് വെസൽസ്. ദ വൈറ്റമിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റിപ്പയർ ഓഫ് ഓൾ ബോഡി ടിഷ്യൂസ്. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി ആണ്. കോമൺ കോൾഡും വൈറൽ ഇൻഫെക്ഷൻസും പ്രിവെൻറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ്. സ്കർവി അറിയപ്പെടുന്നത് സെയിലേഴ്സ് പ്ലേഗ് എന്നാണ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, അതിൻ്റെ അപരനാമങ്ങളാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ, യൂത്ത് മെയിൻറ്റെയിനിങ് വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ചുള്ള ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്